ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ ആശ്വാസം. നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. ക്രിമിനൽ കേസുകളിലെ വിവരങ്ങൾ മറച്ചുവെച്ചാണ് പത്രിക നൽകിയതെന്ന LDF വാദത്തെ തുടർന്ന് പത്രിക വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആദിൽ പാലോട് വിവരങ്ങളുമായി. ഒടുവിൽ പത്രിക അംഗീകരിച്ചിരിക്കുന്നു. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അതിലെങ്ങനെയാണ് വിശദീകരണം നൽകിയത് റെജി? വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണിപ്പോൾ കുട്ടനാട് വാരണാധികാരിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. പത്രിക അംഗീകരിച്ചതായുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്നലെ 3 സെറ്റ് പത്രികകളാണ് കുട്ടനാട് UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ നൽകിയിരുന്നത്. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് റെജി ചെറിയാൻ എന്ന് നമുക്കറിയാം. റെജി ചെറിയാന്റെ പത്രികയിൽ അപാകതകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു കുട്ടനാട് LDF മണ്ഡലം കമ്മിറ്റിയുടെ പരാതി. ആ നിലയ്ക്ക് LDF നേതാക്കൾ തന്നെയാണ് പരാതിയുമായി വരണാധികാരിയായ ജില്ലാ കൃഷി ഓഫീസറെ സമീപിച്ചത്. പ്രശ്നം 2-3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. വളരെ പ്രധാനമായി 5 കേസുകളുള്ള സ്ഥാനത്ത് 4 കേസുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. കൃത്യമായ കേസ് വിവരങ്ങൾ നൽകിയില്ല പത്രികയിൽ. അത് കണക്കിലെടുത്ത് പത്രിക തള്ളണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഏതായാലും ആ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. പത്രിക അംഗീകരിച്ചതായുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജില്ലാ വരണാധികാരി ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഹിയറിംഗ് ഉണ്ടായിരുന്നു. 10 മണിക്ക് കളക്ടറേറ്റിൽ ഹിയറിംഗ് നടന്നു. ഹിയറിംഗിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 3 സെറ്റ് പത്രികകളാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം 1 സെറ്റ് പത്രിക നേരത്തെ തള്ളിയതായുള്ള അറിയിപ്പ് വന്നിരുന്നതാണ്. ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പത്രികയിൽ ചില ഒപ്പുകൾ, പിന്തുണയ്ക്കുന്നവരുടെ ഒപ്പുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒപ്പുകൾ കൃത്യമല്ല എന്ന് കണ്ടാണ് ആദ്യഘട്ടത്തിൽ 1 സെറ്റ് പത്രിക തള്ളിയത്. പക്ഷേ ഈ 2 സെറ്റ് പത്രികകൾ ഇന്നലെ പരിശോധിച്ച് പരാതികളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധനയ്ക്കായി മാറ്റിവെക്കുകയായിരുന്നു വരണാധികാരി. ഏതായാലും ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. തീരുമാനം അത് ആശ്വാസമായിരിക്കുന്നു റെജി ചെറിയാൻ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഏതായാലും നിർണായകമായ ഒരു ദിവസമായിരുന്നു റെജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം എന്നത് വളരെ പ്രധാനമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. റെജി ചെറിയാന്റെ പത്രിക അംഗീകരിച്ചിരിക്കുന്നു.